കങ്കാളം അഥവാ അസ്ഥികൂടം മാത്രമായി തീർന്ന് ധ്യാനയോഗങ്ങൾ അനുഷ്ഠിക്കുന്ന വിശുദ്ധി ചക്രസ്ഥയായ കങ്കാളമാലിനി ആരാധനകൾ പല യോഗാചാരങ്ങളും നിലനിന്നിരുന്നു. മധ്യപ്രദേശിലെ തിങ്വ എന്ന സ്ഥലത്ത് ശക്തിപീഠങ്ങളിൽ ഒന്നായി കരുതുന്ന പ്രസിദ്ധമായ ഒരു കങ്കാളി ക്ഷേത്രമുണ്ട്. വിഷ്ണു ഭഗവാന് പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ നവരാത്രി സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. കാളിയുടെ പ്രതിമ തലയൽപ്പം ചരിഞ്ഞിരിക്കാറുണ്ട്. ഇത് കഴുത്തിലെ വിശുദ്ധി ചക്രത്തിൽ നിന്നും ആജ്ഞാചക്രത്തിലേക്കുള്ള പരയുടെ പ്രയാണത്തെ സൂചിപ്പിക്കുന്ന ഒരു താന്ത്രിക പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. മാനുഷിക ബോധത്തിൽ നിന്നും ഈശ്വരീയമായ ഉണർവിനെ ഇത് സൂചിപ്പിക്കുന്നു. നൃമുണ്ട സുഗ്രിണി ശിവ. വിശിഷ്യ എത്ര മാലകളുണ്ടായാലും അതൊന്നുമില്ലെങ്കിൽ പോലും ഒരു നരമുണ്ടമാല ദേവിയുടെ കഴുത്തിൽ സദാസമയം മാറാതെ തന്നെ ഉണ്ടാവും. അതിനാൽ കാളിയെ മുണ്ടമാലയില്ലാതെ കാണുകയില്ല എന്ന് സാരം. അത്തരം ചിത്രങ്ങളും അപൂർണമത്രേ. ഈ മുണ്ടമാലകൾ അതിബോധത്തിലേക്ക് കടന്ന് വിശാലമായ പ്രപഞ്ചാവബോധവുമായി ചേർന്ന മുക്ത പുരുഷന്മാരുടേതാണ്, അഥവാ ഭഗവതിയിൽ കൈവല്യമുക്തി നേടിയവരുടേതാണ്. അതിനാൽ ദേവി ശിവ എന്നറിയപ്പെടുന്നു. അതായത് ആനന്ദരൂപമായ ശിവബോധം എന്നത് പരമശിവയായ പര തന്നെയെന്നു സാരം. മാലിനി നരമുണ്ഡാളികള രക്തവിഭൂഷണ. മുണ്ടമാല ധരിച്ചിരിക്കുന്ന മാലിനി ദേവി നരമുണ്ടത്തെ പിടിച്ചിരിക്കുന്നവളും ഭേദിച്ച ശിരസിൻ്റെ കഴുത്തിൽ നിന്നുമൊഴുകുന്ന രക്തത്താൽ വിഭൂഷിതയായിരിക്കുന്നവളുമാകുന്നു. രക്തചന്ദന സിക്താംഗി സിന്ധൂരാരുണമസ്തക. രക്തചന്ദനത്താൽ ശരീരമാകം മുഴുവൻ നനഞ്ഞിരിക്കുന്ന ദേവിയുടെ ശിരസ് ജ്ഞാനമാകുന്ന സൂര്യൻ്റെ പ്രഭയാൽ പ്രശോഭിക്കുന്നു. നമഃശിവായ. നമ പാർവതീപദേ. നന്ദികേശ്വര പ്രണാമം. ഭഗവാൻ ശൂലപാണി.